ഈ വർഷം കേരളത്തിൽ വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടലും മറ്റ് മണ്ണിടിച്ചിലും ഉണ്ടായ മഹാദുരന്തത്തിൽ നമ്മുടെ വയനാട് ജില്ലയിലുള്ള മേപ്പാടി ചൂരൽമല എന്ന സ്ഥലത്ത് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഒരുപാട് ആളപായങ്ങളുണ്ടായി. നമ്മുടെ മേപ്പാടി ചൂരൽമല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള പുഴകളും അരുവികളും സംഗമിക്കുന്നത് ചാലിയാർ പുഴയിലൂടെയാണ്. ഈ ചാലിയാർ പുഴയിലുള്ള അരീക്കോട് എന്ന പാലത്തിൻ്റെ അടുത്ത് നിന്ന് പുഴയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇവിടെ ഇപ്പോഴും പുഴ തെളിഞ്ഞിട്ടില്ല. വെള്ളം ഇപ്പോഴും കലക്ക് തന്നെയാണ് എന്നാണ് ഇതിൻ്റെ ഒരു വലിയ കാഴ്ച. ഇത്രയും ചളി നമ്മുടെ പുഴയിലും മറ്റ് തോടുകളിലും അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും യുവാക്കളും മറ്റുള്ള ആളുകളും പുഴയിലേക്ക് ഇറങ്ങരുത്. പല പ്രദേശത്തും ചളികൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. താഴ്ന്നു പോകാനും ചളിയിൽ പൂളാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ചാലിയാർ പുഴയുടെ നമ്മുടെ ഇവിടെ ഈ വെള്ളം ഇപ്പോഴും കലങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ അരീക്കോട് പാലം. ഈ പാലത്തിൽ നിന്നും നമ്മുടെ ചാലിയാറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും വെള്ളം കലങ്ങി മറിയുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. കാരണം അത്രക്കും നമ്മുടെ ചളി നമ്മുടെ പുഴയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തെളിയാൻ ദിവസങ്ങൾ ഇനിയും എടുക്കുമെന്നാണ് ഇതിൻ്റെ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പുഴയിലേക്ക് ഒരിക്കലും ഇറങ്ങരുത്. കാരണം പല ഭാഗത്തും ചളി നിറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ചാലിയാർ കലങ്ങി മറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഉരുൾപൊട്ടലിന് ശേഷം വെള്ളം തെളിഞ്ഞിട്ടില്ല. കാരണം അത്രക്കും ചളി അടിഞ്ഞു കൂടിക്കുകയാണ്. ഈ ചാലിയാർ വളരെ വീതി കൂടിയൊരവസ്ഥയാണ്. ഇപ്പോഴും പല ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇത്രയും മണ്ണ് അവിടെ നിന്നും വന്ന സ്ഥിതിക്ക് തന്നെ വളരെ സ്ഥലത്ത് ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും ഡെൽറ്റകൾ രൂപപ്പെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചാലിയാർ വളരെ വീതി കൂടിയൊരു നിലയിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ ചളിയിലേക്ക് പോകരുത്. കാരണം പല സ്ഥലത്തും ചളി അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഈ പുഴ ഒന്ന് തെളിഞ്ഞു കിട്ടാൻ ഇനിയും ദിവസങ്ങളെടുക്കും.